ഇനി നമുക്ക് ഇൻ്റഗ്രേഷനിലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് കടക്കാം. ജനറൽ ആയിട്ടുള്ള മെത്തേഡ് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നുള്ളൂ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇൻ്റഗ്രേഷനിലെ ജനറലൈസ്ഡ് പവർ റൂളാണ്. അതിനുശേഷം ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, അതിനുശേഷമാണ് ജനറൽ ഫോമിൽ എത്തുന്നുള്ളൂ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷനിലെ ജനറലൈസ്ഡ് പവർ റൂളാണ്. നമ്മൾ ഓൾറെഡി ഡിഫറൻസിയേഷനിലെ ജനറലൈസ്ഡ് പവർ റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ചിട്ടാണ് ഇൻ്റഗ്രേഷനിലെ പവർ റൂള് അതിൻ്റെ ജനറൽ ഫോം എത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ പവർ റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി വേർ എൻ ഈസ് എനി റാഷണൽ നമ്പർ അതർ ദാൻ -1. -1 അല്ലാത്ത ഏത് റാഷണൽ നമ്പർ n എടുത്താലും, ഇൻഡിജർ മാത്രമല്ല, എനി റാഷണൽ നമ്പർ അതർ ദാൻ -1 എടുത്താലും ഈ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ജനറലൈസ്ഡ് ഫോമാണ്. അവിടെ വേരിയബിൾ എക്സ് ആയിരുന്നു. ഇനി നമുക്ക് ഈ എക്സിന് പകരം എനി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഇൻ എക്സ് അതല്ലെങ്കിൽ ഏത് വേരിയബിൾ ആണോ അത്, അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം എന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആദ്യം നമുക്ക് ഡിഫറൻസിയേഷനിലെ പവർ റൂളിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് യു എന്നുള്ളത് എനി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്. അതായത് യു എന്നുള്ളത് ഏതെങ്കിലും ഒരു എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക, സം ഫംഗ്ഷൻ ഓഫ് എക്സ്, എഫ് ഡിഫറൻഷ്യബിൾ ആണ്. ദെൻ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന റൂൾ ഇങ്ങനെയായിരുന്നു, ഡി ബൈ ഡി എക്സ് ഓഫ്, അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണാവുന്നതാണ്. അതേപോലെ തന്നെ യു റേസ് ടു എൻ ജനറൽ ഫോമിലേക്കാണ് പോകുന്നത്. യു റേസ് ടു എൻ എന്നുള്ളത് ഇനി റാഷണൽ നമ്പർ അതർ ദാൻ -1. സോ യു റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുമ്പോൾ ആ റൂൾ ഇതാണ്, n ഇൻറ്റു യു റേസ് ടു n -1 ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്ക് യു റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. യു എന്നുള്ളത് ഇനി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇവിടെ ഡി യു ബൈ ഡി എക്സിന് പകരം എഫ് ഡാഷ് ഓഫ് എക്സ് ഏത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ എഫ് ഓഫ് എക്സിനൊന്നും എടുക്കുന്നില്ല. യു എന്നുള്ളത് ഇനി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്, എക്സിലുള്ള ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഏതോ ഒരു ഫംഗ്ഷനാണ് യു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 1/n പ്ലസ് 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. 1/n പ്ലസ് 1 ഇൻറ്റു ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ n പ്ലസ് 1 ആണ്. സോ n പ്ലസ് 1 ഇൻറ്റു യു റേസ് ടു n പ്ലസ് 1 -1 എന്ന് പറയുമ്പോൾ n ആണ് വരിക. ദെൻ ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. സോ ഈ n പ്ലസ് 1ഉം n പ്ലസ് 1ഉം ക്യാൻസലായിട്ട് യു റേസ് ടു n ഡി യു ബൈ ഡി എക്സ് എന്ന് കിട്ടും. സോ യു റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് യു റേസ് ടു n ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണിത്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇത് കിട്ടുന്നു. അപ്പോൾ നേരെ തിരിച്ച് ഡിഫറൻസിയേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, യു റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി. അപ്പോൾ അതിൽ നിന്നാണ് ഈ റൂൾ എത്തുന്നത്, ഇൻ്റഗ്രൽ ഓഫ് യു റേസ് ടു n ഡി യു ബൈ ഡി എക്സ്, അതിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു യു റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് സി എന്നുള്ളത് നോട്ട് ഈക്വൽ ടു -1. ദെൻ ഈ ഒരു ഫോമിലല്ല നമ്മൾ നോർമലി റെപ്രസെൻ്റ് ചെയ്യാറ്. ഡിഫറൻഷ്യൽ ഫോമിലേക്ക് വരുമ്പോൾ ഈ ഡി എക്സും ഈ രണ്ട് ഡി എക്സും അതുപോലെ ഡി യുവും എല്ലാം ഡിഫറൻഷ്യൽ ആണെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഡി എക്സും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ യു റേസ് ടു n ഡി യു ഈക്വൽ ടു യു റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് സി. ഡിഫറൻഷ്യൽ നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എഫ് എന്നുള്ളത് എനി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ ഡി എഫ് എന്നുള്ളത് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ചേഞ്ച് ഇൻ എക്സ് ഡെൽറ്റ എക്സിന് പകരം യൂസ് ചെയ്യുന്നതാണ്, ഡിഫറൻഷ്യൽ ഫോമിൽ ഉപയോഗിക്കുന്നതാണ് ഡി എക്സ്. അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരുന്നു എക്സ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്മോൾ ചേഞ്ച് അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡെൽറ്റ എക്സ്. അതിനെ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡി എക്സ് എന്നുള്ളൊരു നൊട്ടേഷനാണ്. ദെൻ അവിടെ
നമ്മൾ dy y എന്നുള്ളത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളൊക്കെ ആകുമ്പോൾ dy എന്താണ് വരിക, അങ്ങനെ കേസുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൂടുതലും യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഫോം ഇതാണ്. ഇൻ്റഗ്രൽ ഓഫ് u raised to n du ഈക്വൽ ടു u raised to n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് c, where u is any differentiable function of x. n എന്നുള്ളത് -1 അല്ലാത്ത ഏത് റാഷണൽ നമ്പറും ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസിലൂടെ ഈ ജനറലൈസ്ഡ് പവർ റൂൾ, ഇതാണ് ഇൻ്റഗ്രേഷനിലെ ജനറലൈസ്ഡ് പവർ റൂൾ. അപ്പോൾ അതുപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഇവിടെ 3 ഇൻ്റഗ്രേഷൻ ചെയ്യാനുണ്ട് നമുക്ക്. ആദ്യത്തെ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓഫ് x+2 raised to 5 dx. അപ്പോൾ നമുക്കിതിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. ആദ്യത്തെ ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് u raised to n du, u എന്നുള്ളത് എനി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് x, ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ എഴുതുന്നു. x+2 നമ്മൾ u എന്ന് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് du/dx എന്താണ് വരിക? എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. 2ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആണ്. അപ്പോൾ 1 + 0 1 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് du എന്നുള്ളത് ഈക്വൽ ടു dx. അപ്പോൾ ഡിഫറൻഷ്യൽ du ഈക്വൽ ടു dx, x+2 പകരം u. അപ്പോൾ ഇതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രൽ ഈ ഒരു ഫോമിലാവും. ഇൻ്റഗ്രൽ u raised to 5 du. ഓക്കെ, ഇവിടെ n പകരം 5 ആണ്. u എന്നുള്ളത് x+2, അത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്, ഇത് പോളിനോമിയലാണ്. അപ്പോൾ അതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഇൻ x ആണ്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു u എന്നുള്ളത് u raised to n+1, അപ്പോൾ u raised to 5+1 ഡിവൈഡഡ് ബൈ 5+1 പ്ലസ് c. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇതിൻ്റെ ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ എക്സിലുള്ള ഉത്തരത്തിലേക്ക് കടക്കാൻ വേണ്ടി ആദ്യം ഇത് u raised to 6/6 പ്ലസ് c. സോ ഇവിടെ 1/6 കോൺസ്റ്റൻ്റ് ആണ്. യുവിന് പകരം ഇത് തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. x+2 raised to 6 പ്ലസ് c. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മളിവിടെ യൂസ് ചെയ്തത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. x+2 u, അതായത് u എന്നുള്ളത് x+2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. x+2 പകരം u എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ചുമ്മാ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ പോരാ, അതിനനുസരിച്ച് നമുക്ക് ഡിഫറൻഷ്യലും എല്ലാം മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുന്നു. അപ്പോൾ അവിടെ 1 അതിവിടെ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ, ജനറലൈസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ ഏതിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ, വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഡയറക്റ്റ് അവിടെ ഇല്ലെങ്കിലും ആ ഫംഗ്ഷൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസിലേക്ക് കടക്കുമ്പോൾ നമുക്കൊന്നും കൂടി അത് ക്ലിയർ ആകും ഈ പറഞ്ഞ കാര്യം. അതായത് നമ്മൾ ഏത് ഫംഗ്ഷനെയാണോ u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് അല്ലെങ്കിൽ ഏത് വേരിയബിൾ വേണമെങ്കിലും ആവാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലെ വേരിയബിൾ എക്സ് ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അത് എത്തുമ്പോൾ y ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വേരിയബിൾ t ആണ്. സോ വേരിയബിൾ മാറിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ എക്സിൽ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഇൻ എക്സ് അതാണ് u ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കുമ്പോൾ ആ ഫംഗ്ഷനോ അതല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളോ ആ ഒരു ഇൻ്റഗ്രാൻഡിൽ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഏതാണോ ആ ഫംഗ്ഷനെയാണ് ഇൻ്റഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രാൻഡിൽ ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ x+2 u എന്ന് കൊടുത്തു. du/dx 1 ആണ്. അതിവിടെ ഓൾറെഡി ഹിഡൻ ആണ്. ഇൻറ്റു 1 ചെയ്താലും വ്യത്യാസമൊന്നുമില്ല. സോ ഇതിൽ നിന്നും du ഈക്വൽ ടു dx എന്ന് കിട്ടും. dxന് പകരം du എന്നും അങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊടുത്താലും മതി.
ഡിഫറൻഷ്യൽ അങ്ങനെയുള്ള കോൺസെപ്റ്റിലേക്കൊന്നും വരണ്ട. ഡി യു ബൈ ഡി എക്സ് 1 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ളത് ഡി എക്സ് ആണ്. അപ്പോൾ എല്ലാം യുവിലേക്ക് കൺവേർട്ട് ചെയ്യണം, അങ്ങനെ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡി എക്സിന് പകരം ഡി യു എന്ന് കിട്ടും. അപ്പോൾ ഡി എക്സിന് പകരം യു, ഡി യു, എക്സ് പ്ലസ് ടുവിന് പകരം യു. എന്നിട്ട് നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമ്പോൾ അതിൽ യുവിന് പകരം എക്സ് പ്ലസ് ടു എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ്റഗ്രൽ ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ, റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ 2y dy. അപ്പോൾ നമുക്കിതേപോലെ തന്നെ ഇതൊരു യു റേസ് ടു എൻ ഡി യു എന്നുള്ള ഫോർമാറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ഫംഗ്ഷനെ യു എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വേരിയബിൾ വൈ ആണ്. യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഡി യു ബൈ ഡി വൈ കാണുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, വൈ സ്ക്വയറിൻ്റെ 2y ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2y നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം എടുത്ത യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു വൈ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 2y ആണ്. അത് ഓൾറെഡി ഇൻ്റഗ്രാൻഡിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ 2y dy ഉണ്ട്. അപ്പോൾ 2y dyക്ക് പകരം യു ഡി യു എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. dy ഇങ്ങോട്ട് പോകുക, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി, ഒന്നുകൂടി ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ 2y dy ഉണ്ട്. അപ്പോൾ 2y dyനെ മാറ്റി വൈയുടെ ടേംസ് എല്ലാം മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് കൊണ്ടുവരാം? അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ കിട്ടിയതിൽ നിന്നും ഈ dy ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2y dy എന്നുള്ളത് du എന്ന് കിട്ടും. അപ്പോൾ 2y dyക്ക് പകരം നമ്മൾ du എന്ന് റീപ്ലേസ് ചെയ്യുന്നു. 1 പ്ലസ് വൈ സ്ക്വയറിന് പകരം u എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെയാകും, ഇൻ്റഗ്രൽ റൂട്ട് യു ഡി യു. നമുക്കറിയാം റൂട്ട് യു എന്നുള്ളത് യു റേസ് ടു 1/2 ആണ്. 1/2 ഒരു റാഷണൽ നമ്പറും ആണ്. നമുക്കിതിനെ യു റേസ് ടു 1/2 ഡി യു എന്ന് എഴുതാവുന്നതാണ്. ഇനി നമ്മളുടെ പവർ റൂൾ, ജനറലൈസ്ഡ് പവർ റൂൾ, അവിടെ എന്നിന് പകരം 1/2. സോ യു റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1. 1/2 പ്ലസ് 1 3/2 ആണ്. യു റേസ് ടു 3/2 ബൈ 3/2 പ്ലസ് സി. ഇനി നമുക്ക് ബൈ 1/3/2നെ നമുക്ക് 2/3 എന്ന് എഴുതാം. 2/3 യു റേസ് ടു 3/2 പ്ലസ് സി. ഇനി ഇത് വൈയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടി യുവിന് പകരം ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. 2/3 യു റേസ് ടു 3/2 ആണ്. സോ 1 പ്ലസ് വൈ സ്ക്വയർ റേസ് ടു 3/2 പ്ലസ് സി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് 4t മൈനസ് 1 ഡി ടി. അപ്പോൾ ഇതിനെയും നമുക്ക് സം യു റേസ് ടു എൻ ഡി യു എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിനു വേണ്ടി യു എന്നുള്ളത് 4t മൈനസ് 1ന് യു എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. നോക്കാം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഡി യു ബൈ ഡി ടി, ഇവിടെ വേരിയബിൾ ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 4tയുടെ ഡെറിവേറ്റീവ്, ടിയുടെ 1 4 ഇൻറ്റു 1, അപ്പോൾ 4 എന്ന് കിട്ടും. ദെൻ മൈനസ് 1ൻ്റെ 0 ആണ്. സോ 4 മൈനസ് 0 4 തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, 4 ഇവിടെ ഡയറക്റ്റ് ഇവിടെ ഇല്ല, പക്ഷേ അതൊരു കോൺസ്റ്റൻറ്റ് മാത്രമാണ്. നമുക്കിവിടെ ഡി ടി ആണ്. അപ്പോൾ ഡി ടിക്ക് പകരം ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരിക, ഡി ടീനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡി ടിക്ക് പകരം നമുക്ക് ഡി യു ബൈ 4. അങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്ക് ഇവിടെ ഉള്ളതെല്ലാം യുവിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡി ടീനെ മാറ്റണം. അപ്പോൾ ഇവിടെ ബാക്കി ഡി ടീനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡി യു ബൈ 4. പിന്നെ ഇവിടെ വരുമ്പോൾ ടിയുടെ ടേംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാവണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ റൂള് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയായിട്ട് മാറും. നേരത്തെ പോലെ തന്നെ റൂട്ട് യു, ദെൻ ഡി ടിക്ക് പകരം ഡി യു ബൈ 4. നമ്മൾ നോർമലി ഇവിടെ എഴുതാറില്ല. ഒന്നുകിൽ ഇവിടെ 1/4 അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് 1/4 ഇങ്ങനെ നിർത്തിയാലും മതി. ദെൻ 1/4 ഇൻ്റഗ്രൽ യു റേസ് ടു 1/2 ഡി യു. നേരത്തെ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/4 എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് മാത്രം. യു റേസ് ടു 3/2 ബൈ 3/2 പ്ലസ് സി. സോ 1/4 ഇൻറ്റു 2/3 യു റേസ് ടു 3/2 പ്ലസ് സി. 2 4 ക്യാൻസൽ ചെയ്യുമ്പോൾ
1/6, 2 into 3 6, then u raised to 3/2, so 40 minus 1 raised to 3/2 plus c. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചെയിൻ ജനറലൈസ്ഡ് പവർ റൂള് ഇൻ്റഗ്രേഷനിലെ. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 28 into 7x minus 2 raised to minus 5 dx. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും തരാവുന്നതാണ്. ഇൻ്റഗ്രൽ ഓഫ് 28/7x minus 2 raised to 5 dx. അറിയാം 1/x raised to n എന്ന് പറഞ്ഞാൽ x raised to minus n ആണ്. അതാണ് ഇവിടെ ഉപയോഗിച്ച് ഡയറക്റ്റ് ആ ഫോമിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സം u raised to n എന്നുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. u എന്നുള്ളത് 7x minus 2, ദെൻ du/dx കാണുമ്പോൾ 7xൻ്റെ 7 മൈനസ് 2ൻ്റെ 0 നമുക്കിവിടെ ഉള്ളത് 28 ആണുള്ളത്. ഇവിടെ 7 dx ഉണ്ട്. വേണമെങ്കിൽ 28നെ 7 into 4 എന്ന് എഴുതാവുന്നതാണ്. അങ്ങനെ വേണമെന്നില്ല. പ്രീവിയസ് എക്സാമ്പിളിൽ ചെയ്തതുപോലെ dxന് പകരം du/7 അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഇവിടെ ഓൾറെഡി 28 ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഇൻറ്റു 1/7, അത് ഇവിടെ dxന് പകരം du/7, അതിലത്തെ /7 ആണ് ഇവിടെ പുറത്തേക്ക് എടുത്തത്. ദെൻ 7x minus 2 raised to minus 5ന് പകരം u raised to minus 5 du. ഇവിടെ 28ഉം 7ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. ദെൻ 4 ഇൻ്റഗ്രൽ u raised to minus 5 du. -5 ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. ഇതിവിടെ ഇൻ്റഗ്രേറ്റ് പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 4 into u raised to minus 5 plus 1 divided by -5 plus 1 plus c. -5 plus 1 -4 ആണ്. u raised to -4 divided by -4 plus c. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു മൈനസ് വരും. മൈനസ് u raised to -4 plus c. വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ ഇതിനെ -1/u raised to 4 plus c എന്ന് എഴുതാം. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൊടുക്കുമ്പോൾ -1/uവിന് പകരം 7x minus 2 raised to 4 plus c. അതല്ലെങ്കിൽ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ or 7x minus 2 raised to -4 plus c ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് കടക്കാം. 4y divided by root of 2y square plus 1. ഇവിടെ വാരിയബിൾ y ആണ്. u raised to n എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കാം. എന്നിട്ട് ഡെറിവേറ്റീവും കൂടി കണ്ട് അതിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളോ അതല്ലെങ്കിൽ ആ ഡെറിവേറ്റീവോ ഇവിടെ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ട്രൈ ചെയ്യാം. നമുക്ക് u എന്നുള്ളത് 2y square plus 1, ദെൻ യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 2 കോൺസ്റ്റൻ്റ് ആണ്. y സ്ക്വയറിൻ്റെ 2y പ്ലസ് 1ൻ്റെ 0, സോ 4y എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 4y dy ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും 4y dy, ഈ dy ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 4y dyക്ക് പകരം du എന്ന് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ മാറും. 1/4y dyക്ക് പകരമാണ് നമുക്ക് du, ഇത് റൂട്ട് u. അപ്പോൾ നമുക്കിതിനെ 1/u raised to 1/2 du, അതായത് u raised to -1/2, 1/x raised to n-നെ x raised to -n, അപ്പോൾ u raised to -1/2 du. ഇനി നമ്മുടെ ഫോർമാറ്റിലേക്ക് എത്തി. n എന്നുള്ളത് -2 ആണ്. u raised to -1/2 plus 1, u raised to n plus 1 divided by n plus 1 plus c.
മൈനസ് 1/2 പ്ലസ് 1 മൈനസ് ഹാഫ് പ്ലസ് ഹാഫ് 1 ചെയ്താൽ ഹാഫ്. സോ യു റേസ് ടു 1/2 ബൈ 1/2 പ്ലസ് സി. 1/1/2 നമുക്ക് 2 എന്ന് എഴുതാം. 2 യു റേസ് ടു 1/2 പ്ലസ് സി. വേണമെങ്കിൽ നമുക്കിതിനെ മാറ്റി യു റേസ് ടു 1/2 റൂട്ട് യു എന്ന് എഴുതാവുന്നതാണ്, പ്ലസ് സി എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് 2 ഇൻറ്റു യുവിന് പകരം 2y² പ്ലസ് 1 റേസ് ടു 1/2 പ്ലസ് സി. അതല്ലെങ്കിൽ 2 ഇൻറ്റു റൂട്ട് ഓഫ് 2y² പ്ലസ് 1 പ്ലസ് സി. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ തേർഡ് വൺ ഇവിടുത്തെ വേരിയബിൾ തീറ്റയാണ്. ഇതെന്നുള്ളത് ഇൻ്റഗ്രൽ ഓഫ് 4th റൂട്ട് ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ ആണ്. അതായത് 1 മൈനസ് തീറ്റ സ്ക്വയർ ഹോൾ റേസ് ടു 1/4 ഡി തീറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ പുട്ട് യു ഈക്വൽ ടു 1 മൈനസ് തീറ്റ സ്ക്വയർ നമുക്കിവിടെ ഉള്ളത് തീറ്റ ഡി തീറ്റയാണ്. ഓക്കെ, യു റേസ് ടു 1/4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് 1. 1/4 പ്ലസ് 1 5/4 ആണ്. സോ മൈനസ് 1/2 യു റേസ് ടു 5/4 ഡിവൈഡഡ് ബൈ 5/4 പ്ലസ് സി. സോ മൈനസ് 1/2 4/5 യു റേസ് ടു 5/4 പ്ലസ് സി. 4ഉം 2ഉം ക്യാൻസൽ ചെയ്യാവുന്നതാണ്. മൈനസ് 2/5 യു റേസ് ടു 5/4 പ്ലസ് സി. സോ മൈനസ് 2/5 യുവിന് പകരം 1 മൈനസ് തീറ്റ സ്ക്വയർ റേസ് ടു 5/4 പ്ലസ് സി. ഇതാണ് ലാസ്റ്റ് വണ്ണിൻ്റെ ആൻസർ.